അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അതുപോലത്തെ മഹാന്മാർ അള്ളാഹുവിനായിട്ട് മാത്രം പണിയെടുത്താറ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അങ്ക് അള്ളാഹു കൊടുത്തെങ്കെത്ത സ്ഥാനമാനങ്ങൾ, അതേ സമയത്ത് ദുനിയാവുടെ ലാഭത്തുക്ക് വേനായിട്ട് പണിയെടുക്കുമ്പോൾ കിട്ടറെങ്കെത്ത മോശങ്ങൾ, ദൗർബല്യങ്ങൾ, നാശങ്ങൾ, ಇದರ ಬಗ್ಗೆ ചൊന്നപ്പ ബഹുമാനപ്പെട്ട ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുടെ ನೆನಪೈತು. അഥവാ സ്വഹാബത്ത് മൊത്തം അങ്ങനെയാണ്. ഭൗതികമായ താല്പര്യത്തിന് വേനായിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേനായിട്ട് പണിയെടുത്തില്ലേ. ഇതെല്ലാവരും മനസ്സിലാക്കുന്ന എനിക്കെത്ത വിഷയമാണ്. സ്ഥാനത്തുക്ക് വേണ വല്ലാത്തൊരു വിഷയമാണ് ഈ സ്ഥാനാന്ന് ചൊല്ലത്. അതുക്ക് വേനായിട്ട് എമ്മാതിരി എല്ലാം കടിപിടി കൂടറെങ്കെത്ത ആൾമാറുള്ളാറ്. എപ്പോൾ നോക്കിയെങ്കിൽ ഞാൻ ലൈവായിട്ട് വേണു യാ റബ്ബി. അങ്ങനെയല്ല, നൻ്റെ അമൽ ലില്ലാഹി അസ്സ വജൽ, ആ ഒരു ഇഖ്ലാസ് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെയാണ് മനുഷ്യൻ വിജയിക്കുകൊണ്ടേ. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ പേര് കേൾക്കാത്തെങ്കെത്ത ആൾമാർ ആരെങ്കിലും ഉള്ളാറാ? ഇസ്ലാമിക് ലോകത്ത് അയാളെ എല്ലാവർക്കും, ഇസ്ലാമിക് ഉണ്ടല്ല എല്ലാവർക്കും കൊടുത്തോണ്ടു. സൈഫുൽ മസ്ലൂൽ, ഊരിപ്പിടിച്ച ബാലുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് കൊടുത്തെങ്കെത്ത പേര്. അങ്ങനെ അയാളെ കാരണം കൊണ്ട് എത്രയാണ് വിജയം ഇസ്ലാമിന് കിട്ടിയത്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ആ മഹാന്റെ നേതൃത്വത്തിൽ എന്തെല്ലാം അത്ഭുതകരമായ ജയങ്ങളാണ് ഇസ്ലാമു കൊമ്പന്നര്. ആദ്യകാലത്ത് ഇസ്ലാമുടെ എതിർലിന്ത് ഉഹുദിലെല്ലാം ഇസ്ലാമുടെ എതിർപക്ഷത്ത് വന്നെങ്കെത്ത ആളാണ്. അവസാനമാണ് മക്കം ഫത്ഹിയുടെ ടൈമുൽ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമുക്ക് വേണ്ടേ. അങ്ങനെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയപ്പ എന്താക്കിടും ചൊന്നെങ്കിൽ ഇത്രയും വലിയ നേതാവ് യാ റബ്ബിയുടെ നിങ്ങൾ എത്ര ആലോചനാക്കുകൊണ്ടു. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു സൈന്യാധിപനാണ്, സൈന്യത്തെ വലിയ നേതാവാണ്. അയാൾ കൂടിയെങ്കെത്ത ഒരു യുദ്ധവും സോത്തിട്ടില്ല. അയാളെ പടത്തൊപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാർ മുബാറക്കിന്ത് ഒരു പക്ക ബൂന്നുട്ടിന്ത് അതിരെ തേടിയോണ്ടുണ്ട്. തൊപ്പിലെ എന്തിക്ക് തേടാറും കേൾക്കുമ്പോൾ അതിൽ ഷാറാത്തും മിൻ ഷാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയുണ്ടു. അത് വെച്ചെങ്കെത്ത ഒരു യുദ്ധത്തിലും ഞാൻ സോത്തിട്ടില്ലാണ്ടാ ചൊല്ലെ. റോം സാമ്രാജ്യത്തെ ബെർപ്പാട്ടിയെങ്കെത്ത ആളാണ്. അങ്ങനെ സൈനികന്മാരെ കാല് ബെർപ്പാട്ടിയെങ്കെത്ത ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. യർമൂക്ക് യുദ്ധത്തിൽ ജയമുണ്ടാവുടെ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. അണ്ട് റോം സാമ്രാജ്യത്തിൽ 2 ലക്ഷം റോമുകാർ പട്ടാളക്കാരുള്ളാർ. മുസ്ലിമീങ്ങ വെറും 39,000 ആൾമാരാണ്. പക്ഷെ അങ്ങളെ എതിരിൽ ജയം കിട്ടിത്ത് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു എത്രമാ വലിയ പ്രശസ്തനായി. ഇങ്ങനെയെല്ലാം ഇക്കുമ്പോഴാണ് അവിടെ അത്ഭുതമായിട്ട് ചൊല്ലട്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുടെ ക്യാൻസലാക്കിക്കൊണ്ടുണ്ടു, ഹുദ്ദയുടെ ക്യാൻസലാക്കിക്കൊണ്ടുണ്ടു. എന്നിട്ട് അയക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചൊന്ന കാരണം എന്തെന്തുണ്ടാ, ഇന്നി ലം മഅസിൽ ഖാലിദൻ അൻ സഖ്തത്തിൻ വലാ അൻ ഖിയാന. അർസത്തിൽ അല്ലെങ്കിൽ അയാളെ വഞ്ചിക്കൊണ്ടും ചൊന്നിട്ടല്ല ഖാലിദിനെ ഞാൻ ക്യാൻസലാക്കിക്കൊണ്ടുള്ളേ. കൂടെ നേതൃത്വവും അതിനനുസരിക്കണമെങ്കിൽ താൽമാര വിഷയങ്ങളെല്ലാമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളേ. പിന്നെന്തിനാണ് ക്യാൻസലാക്കി കൊണ്ടുണ്ടാ, വലാക്കിന്നാസ ഫുത്തിനൂ ബിഹി, ആൾമാർ ഇയാളെ കൊണ്ട് ഫിത്നയാറ് ചൊന്നെങ്കിൽ ഇയാൾ കൂടി എനിക്കെത്ത ഒരു യുദ്ധവും സോക്കില്ലേ. അപ്പോൾ എല്ലാ കാര്യത്തെ ഇയാളുകെ മനുഷ്യന്മാരെ ഏൽപ്പിക്കുവാറും ചൊല്ല പേടി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ വിചാരിച്ചുകൊണ്ടുള്ളേ. ഷാമുൽ കുറേ ആൾമാർ ഫതഹായിത്ത്, എത്ര ആൾമാർ സ്വർഗത്ത് കടക്കുക കാരണയിത്ത്. ഇതെല്ലാം കാരണമാണ്. പക്ഷേ ഇതും ചിലപ്പോൾ എന്താവും ചൊന്നെങ്കിൽ സ്വർഗത്തെ തൊട്ട് ഞങ്ങളെ ദൂറാക്കുക കാരണമാവും. കാരണം മനുഷ്യന്മാർ വിശ്വാസം അങ്ങ് മാറിപ്പോവും. കാരണം ഞങ്ങളെ വിഷയം മുസ്ലിമീങ്ങളെ ഹയാത്തിൽ യുദ്ധാണ്ട അല്ലെങ്കിൽ പട്ടാളാണ്ടല്ല. പിന്നെയോ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഖിറമാണ്, അള്ളാഹുവാണ്. ഇവിടെ ആൽമാർ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹുവിനെ കൊണ്ട് ഫിത്നായാർ. അങ്ക് വിശ്വാസം വന്ന് ഈ സഹായം അയാളെ മുട്ടത്തമേ ബണ്ടേ, പടച്ചോണ്ട മുട്ടത്തെ അല്ല. ഖാലിദ് ബിനുൽ വലീദ് എവിടെയെല്ലാം ഉണ്ടാ അവിടെയെല്ലാം സഹായം കിട്ടിയോണ്ടുണ്ടു, എവിടെയെല്ലാം ഇല്ലേ അവിടെയെല്ലാം സ്വത്തോണ്ടുള്ളാറ്. അവ സഹായം ജാഅമിൻ ഇന്ദി ഖാലിദ്, ആരെ മുട്ടത്തെ വന്ന് ഖാലിദിന്റെ മുട്ടത്തെ വന്ന് റളിയല്ലാഹു അൻഹു. ഇത് ആൽമാരെ വിശ്വാസത്തിലുള്ളൊരു തകരാറായി വന്നുകൊണ്ടുണ്ടു. സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങെല്ലാവരും അള്ളാഹുടെ ആൽമാറാണ്. ജനങ്ങൾ മനുഷ്യന്മാർ സ്വർഗത്തുക്ക് പോകണമെന്ന് ചൊല്ല ആശയാണ്, അല്ലാണ്ട് അങ്ങ് ഷാമുൽ ചെയ്ക്കൊണ്ടുണ്ടല്ല. അതുകൊണ്ടാണ് ഖാലിദ് റളിയല്ലാഹു അൻഹുടെ ക്യാൻസലാക്കിക്കൊണ്ടുള്ളത്. യഥാർത്ഥത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടു. പേർഷ്യൻ സാമ്രാജ്യത്തെ ആൾമാർ, റോം സൈന്യ അഞ്ഞെല്ലാം പിരിഞ്ഞിട്ടുണ്ട്, മുസ്ലിം പട്ടാൾ അഞ്ഞെല്ലാം ഉണ്ട്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് ഖലീഫകും ഇസ്ലാമും എത്രമാ വലിയ സഹായങ്ങൾ ഉണ്ടായത്, എത്രമാ വലിയ ഭൂമി മുസ്ലിമീങ്ങൾ അധികാരത്തിൽ വന്നത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത്. പക്ഷേ ഇവിടെ വിഷയം ഭൂമി ആറാവുന്നതല്ല, സഹായങ്ങൾ തുടരെയായി വേണ്ടതല്ല, ആഖിറത്തെ വിഷയമാണ്. യാ റബ്ബി സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് അതാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുടെ നാണ് ക്യാൻസലാക്കിക്കൊണ്ടുള്ളത് വ്യക്തിപരമായ എന്തെങ്കിലും ലാഭത്തിന് വേനായിട്ടല്ല, അല്ലെങ്കിൽ നക്കും അയാൾക്ക് എന്തോ എതിരുണ്ടോ അതുക്ക് വേനായിട്ടല്ല. കുറേ ആൾമാർ അങ്ങനെ ചെല്ലുവാറ്, ഒരിക്കലും അങ്ങനെയല്ല. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഖാലിദ് റളിയല്ലാഹുവിനെ ക്യാൻസലാക്കിക്കൊണ്ടുള്ളത് ഇതുകൊണ്ടാണ്. യാ റബ്ബി
പല ആൾമാരെ ജീവിതത്തിൽ ദുനിയാവ് ബദലാവണ ആക്കിയിട്ടുണ്ടായെങ്കും ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരല്പം പോലും തുടങ്ങു ദുനിയാവ് സാധ്യമായിട്ടില്ല. അത്രയും വലിയ വിഷയമാണ്. അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ ലോകമേ വിറക്കിട്. ആ മഹാന്റെ സംഭവങ്ങൾ നിങ്ങൾ ചൊല്ലാണ്ടായെങ്കിൽ അത് വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ എന്തെല്ലാം ഉണ്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ. കുറേ ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിന് എപ്പോഴും ലോകത്ത് വലിയ അത്ഭുതമാണ്. അങ്ങനത്തെ ജീവിതമാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇക്കട്ട് ഇവിടെ മുസ്ലിമീങ്ങൾ ഗനീമത്ത് വന്നുകൊണ്ടുണ്ട്, വിജയങ്ങളായോണ്ടുണ്ട്. ഇതല്ലേ മൈൻ? അതല്ല മൈൻ. ദുനിയാവ് കൊണ്ട് വഞ്ചിതരായി പോകണ്ട. അതുകൊണ്ട് ചില സമയത്ത് യുദ്ധങ്ങളെ വരെ നിർത്തിവെച്ചിത്തോളാം. ഉമർ റളിയല്ലാഹു എന്തേ ഫത്തഖു ദുനിയാൻ ചൊന്തല്ലേ, ദുനിയാവിടെ ജാഗ്രത ആക്കറു. വിജയങ്ങൾ വരുമ്പോൾ ധാരാളം നിയമത്തുകൾ ചൊറിഞ്ഞു വന്നുകൊണ്ടുണ്ടു. കിസ്റത്ത് വലിയ നിധികൾ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു ഉൾപ്പെട്ടു പോയിട്ട് എന്തേ ദുനിയാവ് ആൾമാർ ചാഞ്ഞു പോവാറാൻ ചൊല്ല പേടി, ഇവിടെ ആൾമാരെ വിശ്വാസം തെറ്റിപ്പോവാൻ ചൊല്ല പേടി. ഖാലിദ് ഇബ്നുൽ വലീദ് ഉള്ളത് കൊണ്ടാണ് സഹായം കിട്ടിയോണ്ടുള്ളേ, അയാളെ കൊണ്ടേ സഹായം കിട്ടിയോണ്ടുള്ളേ. ഇവിടെ യഥാർത്ഥത്തിലുള്ള സഹായം അള്ളാഹുടെ മുട്ടത്തെയാണ്. അത് മനുഷ്യന്മാർ മറന്നു പോവാറാ. അങ്ങനെ ആവണ്ട. യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ സഹായം അള്ളാഹുടെ മുട്ടത്തെയാണ്. അത് മറക്കുമ്പോൾ ദുരന്താണ്. ഒരു പെണ്ണ് കർപ്പുഞ്ചിയാണ്, യാ റബ്ബി എത്രമോട്ട് ഹോസ്പിറ്റലിൽ പോയാൽ നിരന്തരമായ ചെക്കപ്പാണ്. അങ്ങനെ അവസാനം പെത്താൾ. ആ സമയത്ത് പിന്നെ ഈ ഓൾഗും വല്ല ഉത്തരങ്കും മാപ്പിളകും എല്ലാവർക്കും പോതുകൊള്ളത് ആ ഹോസ്പിറ്റലിലെയാണ്, ആ ഡോക്ടർ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവിടെ ഇതെല്ലാം സഹായിച്ചെങ്കിൽ തറബുടങ്ങ് മറന്നുപോയാറുണ്ടായെങ്കിൽ അത് ദുരന്താണ്. അങ്ങനെ ആയി പോകണ്ടാണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുള്ളേ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിൻ്റെ ക്യാൻസലാക്കിടല്ലേ, ക്യാൻസലാക്കിയിട്ട് അവിടെ നേതൃത്വം കൊടുക്കിടാറുകൊണ്ടുണ്ട് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അമീനു ഹാദിഹിൽ ഉമ്മ. ഈ സമൂഹത്തെ ഏറ്റവും വലിയ വിശ്വസ്തനുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന അയാൾക്കാണ് അധികാരം കൊടുത്തുകൊണ്ടുള്ളേ. ഇനി അയാളെ വിഷയം എന്താണ് അത് ഞങ്ങൾ നോക്കാം. ഖാലിദ് റളിയല്ലാഹു അൻഹുടെ ക്യാൻസലാക്കിയിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുടെ അധികാരിയാക്കിയിട്ടല്ലേ ഷാമുടെ പുതിയ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ സൈന്യാധിപൻ. ഇത്ര വലിയ സ്ഥാനമാണ്. ഏറ്റവും വലിയ ഇസ്ലാമിക് ജാഗയുടെ വലിയ നേതാവായി വന്നുകൊണ്ടുണ്ടു. ഷാമുടെ അമീറായി വന്നുകൊണ്ടുണ്ടു. ഷാം അണ്ട് ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഏറ്റവും പൈസ ഉള്ളെങ്കിൽ അത്ഭുതകരമായ നാടാണത്. അവിടെയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുടെ നേതാവാക്കിയോണ്ടുള്ളേ. ആ സമയത്ത് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുകാണ് കടലാസ് പോയില്ലേ, ഖാലിദിനെ ഞാൻ ക്യാൻസലാക്കിയിട്ട് നിങ്ങൾ അമീറാക്കിരേ. പക്ഷേ യാ റബ്ബി ആധുനിക ലോകം ഇണ്ട് ഞങ്ങൾ നോക്കാം. അധികാരത്തുകവനായിട്ട് അടിപിടി കൂടറെങ്കിത്ത ലോകം. എത്ര വർഷം അവൻ നേതാവായിട്ട് ഇന്നാണ്ടായെങ്കിൽ അവന് ഇലിയോഗ മനസ്സില്ല. എപ്പോൾ നാനേ ലൈവായിട്ട് വേണു. ഇനി ഇല്ലാണ്ടായെങ്കും ബാക്കി ആൾമാരെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിക്കിടാറ്, കുത്തിത്തിരിപ്പാക്കിക്കൊണ്ടിക്കിടാറ്. ഇങ്ങനത്തെ മുസീബത്തുകൾ അഥവാ ഈ പണികളെല്ലാം അവൻ്റെ ലാഭത്തുക്ക് വേനായിട്ട് പഠിച്ചോന് വേനായിട്ടല്ല പണിയെടുക്കണേ. അത് സംഘടന ആവട്ടെ, സംസ്ഥ ആവട്ടെ, മഹല്ലാവട്ടെ, പള്ളിയാവട്ടെ, മദ്രസ ആവട്ടെ, എവിടെ ആയിട്ടും പല പക്ക ഈ ഫിത്തനകൾ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള പല പക്ക കമ്മിറ്റികളില്ല, ഗലാട്ടയാണ്, പ്രശ്നങ്ങളാണ്, മഹാസഭ അവിടെ യുദ്ധായ പോലെയാണ്. ഇതെല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള അവിടെയാണ് ഈ സംഭവങ്ങൾ ഞങ്ങൾ വൈക്കോണായ. കാരണം ഈ സ്വഹാബത്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അധ്യക്ഷമായിട്ടുള്ള, ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ അഡ്രസ്സിക്കലന്ത് അല്ലാണ്ട് ഞങ്ങളെ ത്യാഗങ്ങളെ കൊണ്ട് ഇതെന്തുണ്ടായതല്ല. പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയെങ്കിൽ താൽമാരെ ത്യാഗങ്ങളാണ്. യാ റബ്ബി സുബ്ഹാനല്ലാഹ്. അവിടെയാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുടെ ക്യാൻസലാക്കിയിട്ട് നിങ്ങളെ ഞാൻ അമീറാക്കിരാണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു ഒട്ടിയ ചെന്തല്ലേ. പക്ഷേ അയാൾക്ക് നക്കുറു നേതാവാണെന്ന് ചൊല്ല ഇഷ്ടമില്ല. അയാൾ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വിഷയ ഗൊന്താക്കിയില്ല. പിന്നെ വീണ്ടും ഉമർ റളിയല്ലാഹുവിൻ്റെ കടലാസ് വീണ്ടും വന്ന് അപ്പോഴും മറച്ചു വെച്ചിട്ട് ഖാലിദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലെ യുദ്ധത്തിൽ പോയോണ്ടുള്ളേ. പക്ഷേ എങ്ങനമാ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിന് ഈ വിഷയം കിട്ടു ഉമർ റളിയല്ലാഹു നിങ്ങളെ ക്യാൻസലാക്കിയിട്ട് അബൂ ഉബൈദ റളിയല്ലാഹുവിൻ്റെ അമീറാക്കിയിട്ടും ചൊല്ല വിഷയം കിട്ടിയപ്പോൾ അവിടെ അയാളെ മനസ്സ് നോക്കൂ, നൻ്റെ ക്യാൻസലാക്കിടാറ്, ഞാൻ എത്ര വലിയ ആളാണ്, അങ്ങനത്തെ വിഷയമേ ഇല്ല. അതാണ് സ്വഹാബത്ര മനസ്സ്. ഞാൻ ചൊന്നത് അതാണ്. ഞങ്ങളെ മനസ്സാണ് കൽഗുണായി. കുറേ ഇബാദത്താക്കിയിട്ട് കാര്യമില്ല. കുറേ ഉംറാക്കട നിങ്ങൾ കുറേ ഹജ്ജാക്കട. യാ റബ്ബി വർഷത്തിൽ 4 ഹജ്ജിനെങ്ങും ഞാൻ പോണ്ട. ഇതെല്ലാം ആക്കടെങ്കെത്താൻ എൻ്റെ കൽബ് അങ്ങ് നാറിപ്പോയിട്. യാ റബ്ബി ഭയങ്കര മോശമാണ്, നാറത് വാസന വന്നുകൊണ്ടുണ്ടു. എന്തെല്ലാം ചതി നഞ്ചി ഇതെല്ലാം നിറച്ചിട്ട് നാനുള്ള ഗീബത്ത് നമീമത്തുകളെ കൊണ്ട് നിറഞ്ഞിടാനാണ് എൻ്റെ വകെ നക്കേറ്റ് ഒസ്റ്റാക്കുക അവിടല്ലേ. അങ്ങനെ ഉണ്ടായെങ്കിൽ ഞാൻ ആർക്കും വേണ്ട, പഠിച്ചോനും വേണ്ട. ഞാൻ ഇവിടെ നൻ്റെ ഇതെല്ലാം ഇങ്ങനെ ഫോട്ടോ വരും 4 വട്ട, കുറേ വട്ട വാട്സപ്പിൽ വരും. ഇങ്ങനെ അല്ലാണ്ട് കവറിലങ്ങ് കൊമ്പോയി വെക്കലോടുകൂടെ പേര് ഓൻ്റെ സ്മരിക്കണമെങ്കിൽ ഒരു മഹ്ലൂക്ക് ഇക്കാല ദുനിയാവ് എവിടെ ഇക്കാല 5 പൈസത്തെ വില ഉണങ്ങിക്കാല. കാരണം ഓൻ്റെ പണികളെല്ലാം ദുനിയാവുകനായിട്ടാണ്. പിന്നൊരുത്തരെ താട്ടോണു അങ്ങനെ ആക്കണോ, അവൻ്റെ മര്യാദ എടുക്കണോ, ഇങ്ങനത്തെ നീയത്തുകൾ ഉണ്ടായെങ്കിൽ അവൻ മോശമായി പോകണ്ട. ഞങ്ങൾ പഠിക്കണായത് സ്വഹാബത്ര മുട്ടത്തെയാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു നക്ക് സാലിഡ് പാറോട്ടോറും ചെന്നിട്ട് വേറെ ആൾമാരൊട്ടി ഒരു നേതാവ് ചെന്നു കടത്തർ. അങ്ങനെ ഉണ്ട് ദുനിയാവ്. സാലിഡ് പാട്ടർ എന്ത് ഷാലാണ്, എന്ത് മെമൊണ്ടോ. ഞാൻ ചെന്നല്ല ഇന്നലെ മെമൊണ്ടത്തെ ഒന്ന് രാശി വെച്ചപ്പോൾ ഔത്തുളു കത്തുവാട്ടിയാറുള്ള മണ്ടയിട്ടിട്ട്
കുറേ മെമോണ്ട വന്നിരല്ലേ അവത്ത് പോയിട്ട് നോക്കിയതാണ്. അപ്പോൾ ചെന്നാൽ കുറേ കണ്ടോണ്ടില്ല എന്തായിത്ത് അതെല്ലാം കുമ്പായി പോയിട്ട് അത് ഞങ്ങൾ അടുപ്പ് കിട്ട് കത്തുവാട്ടി എന്തായിത്ത് വന്നെങ്കിൽ ഒരു മണ്ട തണ്ണി കാഞ്ഞിട്ട് ആയിട്ട് നല്ല ആയിട്ട് വന്നതാണ് നല്ല വിഷയമാണ്. ഇപ്പോൾ ഈ മെമോണ്ടോടെ പോയിട്ട് അടുപ്പ് കാണിട്ടുണ്ടല്ലോ അതുക്ക് വേനായിട്ട് അവിടെ ഗലാട്ടാക്കി ഉണ്ടല്ലോ മനുഷ്യന്മാർ. എത്ര ബുദ്ധിഹീനനാണ് മനുഷ്യൻ. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആ മഹാൻ ഉമർ റളിയല്ലാഹു അൻഹു നന്റെ ക്യാൻസലാക്കിയിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുടെ അമീറാക്കിയിട്ട് ചൊല്ല വിഷയം കൊണ്ടപ്പോൾ ഓടിപ്പോയിട്ട് അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ മുട്ട പറയുക വേണമായിട്ട് നിങ്ങളെ അമീറാക്കിയിട്ടില്ല പിന്നെ നിങ്ങൾ നന്റെ അണ്ടറിൽ എന്ത് വന്നുകൊണ്ടുള്ളാറ്. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മറുപടി എന്തൊക്കെ കൊണ്ടുണ്ട് ഒമാ സുൽത്താന ദുനിയ ഉരീദ് ഒമാ ലിദ്ദുനിയ അമൽ. അല്ലാഹ് ദുനിയാവുവേനായിട്ട് ദുനിയാവുടെ അധികാരത്തെ ഞാൻ ഉദ്ദേശിക്കില്ല, ദുനിയാവുവേനായിട്ട് ഞാൻ പണിയെടുക്കില്ല. ഇതങ്ങ് നീങ്ങിപ്പോണ്ടതാണ് യാ ഖാലിദ്. ഈ അധികാരങ്ങൾ ഇതെല്ലാം അങ്ങ് നീങ്ങിപ്പോണ്ടു. ഞങ്ങൾ അള്ളാഹുടെ ഒട്ടിയുള്ള അള്ളാഹുവിലുള്ള സഹോദരന്മാരാണ്. ഞങ്ങൾ അള്ളാഹുവേനായിട്ടാണ് പണിയെടുത്തോണ്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വിധിക്കൊരാളും വിധിക്കപ്പെടുന്ന പട്ടാളക്കാരനും അതുപോലെ സൈന്യാധിപനും ഞങ്ങൾ എല്ലാവരും വ്യത്യാസങ്ങളില്ല, ഞങ്ങൾ എല്ലാവരും ഒന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് അധികാരം കിട്ടിയെങ്കും നക്ക് കിട്ടിയെങ്കും വിഷയമല്ല, ഞങ്ങൾ അള്ളാഹുവേനായിട്ടാണ് പണിയെടുക്കണേ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പണിയെടുക്കുന്നതിൽ ഉമർഗല്ല ബല്ലി റബ്ബി ഉമറുടെ റബ്ബുവേനായിട്ടാണ്. ആ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പണിയെടുക്കലി ഉമർ അല്ല ബല്ലി റബ്ബി ഉമർ. അതുകൊണ്ട് നന്റെ അധ്യക്ഷാക്കിയെങ്കും നക്ക് സ്ഥാനം ഇന്നെങ്കും ഇന്നില്ലെങ്കും കണക്ക് നന്റെ പണി അള്ളാഹുവേനായിട്ട് മാത്രമാണ്. ഞാൻ ആ നേതൃത്വത്തെ അംഗീകരിക്കണമെങ്കിൽ എത്താളാണ്. എന്തെല്ലാം പാഠങ്ങളാണ് നിങ്ങൾ ഇതിൽ പഠിക്കുള്ളൂ. അങ്ങനെ യാ റബ്ബി ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഇനി നിങ്ങാണ് നേതാവ്. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പുതിയ നേതാവ് വന്നിട്ട് പല നേതാവിടെ ദൂരമല്ല. ഇത് ഞങ്ങൾ കണ്ടല്ലേ, പുതിയ ഒരാൾ അധ്യക്ഷയായി വന്ന് പിന്നെ അവനക്ക് പലയുണ്ട് ദൂരമില്ല. അവൻ അങ്ങനെ ആക്കി അവൻ ഇങ്ങനെ ആക്കി അതെന്തും അല്ല ചൊല്ലേ. ചൊന്നത് എന്താണ്? ഖാലിദുൻ സൈഫും മിൻ സുയൂഫില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ഞാൻ കേട്ടേ, ഖാലിദ് അള്ളാഹുടെ ഒരു ഖഡ്ഗമാണ്, ഏറ്റവും നല്ല ആളാണ്. അതുകൊണ്ട് ഖാലിദിന്റെ ദീനിൽ എന്ത്രമാ കുറവുള്ളത് കൊണ്ടാ, അയാൾ അഭിപ്രായത്തിൽ എന്ത്രമാ ദൗർബല്യം ഉള്ളത് കൊണ്ടല്ല അയാളെ ക്യാൻസലാക്കിയില്ല. അങ്ങനെ ആരും വിചാരിച്ചിട്ടുണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഖാലിദ് റളിയല്ലാഹു അൻഹു മദഹാക്കിട്ട് സൈഫുല്ലാഹ് ചൊല്ലുടെ സ്ഥാനപ്പേര് കൊടുത്തു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ജാഗയിൽ ആ വലിയ മഹത്വം ചൊന്തല്ലേ. സുബ്ഹാനല്ലാഹ്, ക്യാൻസലാക്കപ്പെട്ടെങ്കിൽ എത്ര സൈന്യാധിപന്റെ മഹത്വമാക്കിക്കൊണ്ടുണ്ട്, ബഹുമാനിച്ചുകൊണ്ടുണ്ട്. അല്ലാണ്ട് അയാൾ അങ്ങനെ ആക്കിയിട്ട് മുന്നോളി ഇങ്ങനെ ആക്കിയിട്ടും ചൊന്നിട്ട് അതിൽ എണ്ണിച്ചുള്ളെങ്കിൽ എത്ര വിജയമില്ല. കാരണം ദുനിയാവിടെ എത്ര വിലണ്ടം കൊന്തുണ്ടു. ഇത് നാളെ നീങ്ങിപ്പോണ്ടതാണ്. അള്ളാഹു ആ മഹാന്മാരെ ബറക്കത്തുകൊണ്ട് നമുക്ക് നല്ല തഖ്വയും ഇഖ്ലാസും ഇസ്സത്തും സന്തോഷവും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറുസ്സമാന്റെ ഫിത്ന ഫസാദുകളിൽ നിന്ന് ഞങ്ങളെ എല്ലാം രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.